ഹായ്, ഞാൻ എലിസബത്താണ്. ഒരു 4-5 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സേഫാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കമൻറ്റുകളിൽ പിന്നീട് സേഫാണ് എന്നൊക്കെ പറഞ്ഞ് സേഫ് ടിൽ നൗ അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമം, പേടി, അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവണേ, അതുപോലെ പല ഭീഷണികൾ. അപ്പോൾ എനിക്ക് തന്നെ കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു. ഞാൻ കാരണം കുറേ ആൾക്കാരുടെ ലൈഫിന് വരെ ത്രെട്ട് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു. എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കണം, ഞാൻ എന്താ കേസ് കൊടുക്കാത്തത്. കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എൻ്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒന്നിനെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നൊന്നും അറിയില്ല, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ 3-ാമത്തെ തവണ ഇടിച്ചു. പക്ഷേ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ. അല്ലാണ്ട് അങ്ങനെ 3 തവണ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു സ്ഥലത്തിൽ പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ തവണ ഓക്കെ, കെയർലെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു തരണം. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വേറെ തോന്നണ കാര്യം, ഭീഷണികളും ഇതും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ സേഫാണ്. എല്ലാവരും അന്വേഷിച്ചതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തതിന് കുറേ ആൾക്കാർക്ക് ഭീഷണികളും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളും ഒക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. സോറി. ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതിൽ ഭയങ്കര ഒരു സോറി പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ചില ആൾക്കാരൊക്കെ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എതിരായി തിരിയുകയും അതുപോലെ തന്നെ എൻ്റെ ക്രെഡിബിലിറ്റി, അതുപോലെ തന്നെ എൻ്റെ മൊറാലിറ്റി, അങ്ങനത്തെ കുറേ താരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടു. പിന്നെ ചില ആൾക്കാർ എൻ്റെ ഈ വീഡിയോ ഉണ്ടായ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നുമല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, കുറേ ഒഫൻസുകൾ, ക്രിമിനൽ സാധനങ്ങൾ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് നടന്നതും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഇട്ടതും അതുപോലെ തന്നെ പല ആൾക്കാരുടെ ചതിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം. ഇത്ര കാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിന് ഇനിയും ആൾക്കാർ അതിൽ പോയി പെടാം. ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ്, മെയിൽസ് ആണെങ്കിൽ മെയിൽസ്. സിനിമയുടെ ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാല് തിരുമിപ്പിക്കുന്ന പരിപാടിയും അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് പോയി പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും, അതുപോലെ തന്നെ ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആ ഗസ്റ്റ് ഹൗസിൻ്റെ എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട്. ഞങ്ങൾക്കറിയാം, ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ഞാൻ ഇതിനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം അത് എൻ്റെ ഉത്തരവാദിത്തമാണോ അവിടെ നടക്കണ കള്ളത്തരങ്ങളൊക്കെ ഇത് ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കാണ്ടിരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തം? എൻ്റെ ഉത്തരവാദിത്തമാണോ? എൻ്റെ ഉത്തരവാദിത്തം ഇന്ന മേലിലുണ്ടായ സംഭവങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കാം. മറ്റേത് ഞാൻ ബാക്കിയുള്ളവർ പെടരുത്. ഇനി ഞാൻ പറയാണ്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല, കേട്ടില്ല, എനിക്ക് പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കണില്ലെങ്കിൽ വിശ്വസിക്കണ്ട. അതിലിപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ 14 വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത്, ഇവർ 2 വർഷം അനുഭവിച്ചിട്ടുള്ളൂ. 2 വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട്. 14 വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല. എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആൾക്കാരറിയണം. വേറെ ആരും ഇതിൽ പെടരുത്. ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയിണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ ആ സമയത്തും എത്ര ആൾക്കാർ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്ത് നടക്കണില്ലേ? ഞാൻ ഒരു 4-5 ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എല്ലാവരും എൻ്റെ ക്രെഡിബിലിറ്റീനെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാരില്ലേ? ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഇവരെന്താ കേസ് കൊടുക്കാത്തത്? അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു. അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ട. അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ടുള്ള ഇതുണ്ട്. കുറച്ച് ഡിപ്രഷനുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്. അതിൻ്റേതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിച്ചോ. ഇനി വേണ്ട നിങ്ങൾക്ക് അവരെയാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ ഇതിൽ പോയിട്ട് വേണമെങ്കിൽ ചാടിക്കോ. എനിക്ക് പറയാൻ പറ്റുന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗങ്ങളോ അങ്ങനെ ഒരു ഇതിലും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഡോക്ടർ, ഇപ്പോൾ MD പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. എൻ്റെ കരിയറിനെയും എൻ്റെ ഫാമിലീനെയും എൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെയും ഒക്കെ നാണം കെടുത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ ചിലപ്പോൾ ഇത്രയ്ക്കൊക്കെ ഒന്നും നടക്കാണ്ടൊക്കെ പോവും. ഇപ്പോൾ എൻ്റെ ലൈഫിനടക്കം ത്രെട്ടുണ്ട്. എൻ്റെ ലൈഫിന് മാത്രമല്ല എൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർക്കടക്കം ലൈഫിന് ത്രെട്ടുണ്ട്. എന്നിട്ടും പറയണത് എന്താ വെച്ചാൽ ഇനിയും ഇങ്ങനത്തെ ഒരു ഇതിലൂടെ ആൾക്കാർ കടന്നു പോകരുതെന്ന് വെച്ചിട്ടാണ് പറയണേ. അതുപോലും മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും കുറ്റം പറയുക വെച്ചാൽ നിങ്ങൾ കുറ്റം പറയുക. എനിക്ക് ഈ സപ്പോർട്ടിൻ്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഇന്നെ ഇതിയാക്കാൻ നോക്കണ്ട. ഇപ്പോൾ 10 പേരെ സപ്പോർട്ട് ചെയ്യണേ വെച്ചാൽ 10 പേര് സപ്പോർട്ട്, 5 പേരെ സപ്പോർട്ട് ചെയ്യണേ വെച്ചാൽ 5 പേര് സപ്പോർട്ട്. അല്ലെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ FB ഉള്ള കാലത്തോളം ഞാൻ ഈ FBയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുന്ന കാലത്തോളം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇതിൽ 5 ദിവസം വൈകി 4 ദിവസം വൈകി ഇതൊക്കെ ആരെ പറയണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെക്കാണ്ടും കോമഡി തോന്നണേ. ഇത്ര കാലം ഒന്നും ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇന്ന കുറ്റം പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കമ്പാരിസൺ നടത്തണു. ഇതൊക്കെ എന്ത് കമ്പാരിസനാണ്? ഓക്കെ, ന്യായം പുറത്ത് വരുന്നു, നീതി പുറത്ത് വരുന്നു എന്ന് ഒരു വിക്ടിമ് വേറെ വിക്ടിമിനെ കാണുമ്പോൾ സന്തോഷമാണ് വരേണ്ടത്. എനിക്ക് മെസ്സേജ് ചെയ്ത പല വിക്ടിംസ് ഉണ്ട്. 45 വർഷമായിട്ടും 16 വർഷമായിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പുറത്ത് കിടക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് മെസ്സേജ് ചെയ്യണു. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ ഫൈറ്റ് ചെയ്യണ കാണുമ്പോൾ സന്തോഷം വരുന്നുണ്ട്. നിങ്ങളിതിൽ ജയിച്ചു വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി നിങ്ങളെ കൂടെ കിട്ടണു, ഞങ്ങൾക്കുള്ള ഇൻസ്പിറേഷനാന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലാണ്ട് ജീവൻ കളഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എനിക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ദിവസം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കണു, ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയണു. ഞാൻ ഡിപ്രഷൻ്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ്.
നമ്മൾ ICUവിൽ കിടക്കണു, അത് കഴിഞ്ഞ് അപ്പോഴും കണ്ടിന്യൂസ് കോൾ ചെയ്തുകൊണ്ടിരിക്കണു. അത് കഴിഞ്ഞ് നമുക്കൊരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റായിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളിയോട് വിളി, കേസ് കൊടുക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ്, എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ. അപ്പോൾ പേരൻസ് അപ്പോൾ വരുന്നുള്ളൂ. എനിക്കവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ഓൾറെഡി എല്ലാവരും PG ചെയ്യണ ആൾക്കാരാണ്. എല്ലാവർക്കും ഹെക്ടിക് ഷെഡ്യൂളാണ്, 36 മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിങ് വരുന്നത്. അപ്പോൾ പേരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമുക്കിതിൽ തീരുമാനം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതിൽ. അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത്, എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല. അന്ന് എനിക്ക് പേടിയായിരുന്നു, ആൾക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു. ആൾക്കാർ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്നറിഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാതും പറഞ്ഞു. മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഓഡിയോ റെക്കോർഡിങ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പം ഞാൻ ഇവരിനൊക്കെയാണോ വിശ്വസിക്കേണ്ടത്? പിന്നിന്ന് നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് പിന്നിന്ന് കുത്തിയ ആൾക്കാരിനെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നുമല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് നല്ല ഇതുള്ള ആൾക്കാരാണ്. എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തികെട്ട രീതിയിൽ പറഞ്ഞത്. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ ആരിനെയാണ് കുറ്റക്കാരായിട്ട് കാണേണ്ടത്? ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചോളം. അതിനു മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഗിൽറ്റി ഫീലിങ്ങും, ഇവരും ഇത്ര കാലം അനുഭവിച്ചില്ലേ, ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വായ മൂടുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇത് ഇപ്പോൾ പറയണേ. പക്ഷെ കേട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഇത്രയ്ക്കും മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, എനിക്കൊരു പാർട്ടിക്കാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല, പോലീസുകാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ പോരാടിന്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ നാട്ടുകാരുണ്ട്, FBയിൽ കാണുന്ന ആൾക്കാർ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജെന്യുവൻലി കെയർ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അത്ര ആൾക്കാർ മതി. എനിക്ക് വേറെ വലിയ കാശിൻ്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെയോ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഈ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ സഹായിക്കാൻ പോയി, എന്നിട്ട് സഹായം സ്വീകരിച്ചില്ല. ഇങ്ങനെ പിന്നിന്ന് കുത്തിയിട്ടാണോ സഹായിക്കണേ? അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് എന്നോട് വീണ്ടും ഈ 4-5 ദിവസമായിട്ട് എന്നോട് കുറേ ആൾക്കാരെ ചോദിക്കണു എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് കൊടുക്കാത്തതെന്ന്. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ പോയിട്ട് ഇവരെന്നെ കുത്തുന്ന ആർക്ക് അറിയാത്തത്? ഞാൻ ഒരു പ്രാവശ്യം ഇത് അനുഭവിച്ചതാ. എൻ്റെ ഏറ്റവും ലോ സ്റ്റേജിൽ ഞാൻ ഒരിക്കലും പുറത്ത് ഇപ്പോൾ എനിക്ക് പറയാൻ പേടിയില്ലാത്തതിൻ്റെ ഇത്രയ്ക്കും നാണം കെടുത്തിയിട്ട് അത് ഞാൻ ഏറ്റവും ലോ സ്റ്റേജിൽ ഇതൊക്കെ ലോകം അറിഞ്ഞതാണ്. അതിൻ്റെ വായിന്നല്ലാന്ന് മാത്രം, ഇൻ്റെ സമ്മതം കൂടാതെ. ഇപ്പോഴും പറയണു എൻ്റെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും. അതിലെനിക്ക് ചാവാനും പേടിയില്ല, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല. വിശ്വസിക്കണ ആൾക്കാർ വിശ്വസിച്ചാൽ മതി, സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മതി. എൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരാളും പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആക്ച്വലി കേസ് കൊടുത്തിട്ട് എനിക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഉണ്ടാക്കണം എന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹം. അങ്ങനെ ഞാൻ കേസ് കൊടുത്ത അപ്പം തന്നെ ഇതിനൊക്കെ നീതി കിട്ടുമെന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ച ഒറ്റ കാര്യം, ഇനിയും ഇന്നെ പോലത്തെ ആൾക്കാർ ഒന്നും അറിയാണ്ട് അതിൽ പോയി പെടരുതെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം വീഡിയോ ചെയ്തത്. അതിൻ്റെ റിസ്കുകളും ഇങ്ങനെ തരത്തിൽ കേസ് വരുന്നു നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കേസിനെയും കാണും കൂടുതൽ നാളെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് വെട്ടുന്നടക്കം അറിയാവുന്ന കാര്യമാണ്. കാരണം
പലതരത്തിലുള്ളത് ഞാൻ അവിടെ നിന്നിട്ട് കണ്ടും കേട്ടിട്ടുള്ള ആൾക്കാർ, അതിനുള്ള അനുസരിച്ചിട്ടുള്ള ആൾക്കാരൊപ്പം ഇപ്പോഴും വീഡിയോയിൽ പുള്ളി കമ്മീഷൻ ഓഫീസിലും മറ്റേലൊക്കെ നടക്കുമ്പോൾ ഒപ്പം നടക്കണ പല ആൾക്കാർക്കും എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് നന്നായിട്ട് അറിയണ ആൾ തന്നെയാണ് ഞാൻ പറയണേ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് പറയണേ. ഈ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഉപദ്രവിക്കാണ്ടിരുന്ന ഭയങ്കര സമാധാനം. ഓക്കെ, ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിച്ചോ, ഇനിയിപ്പോൾ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഈ ഉപദ്രവിക്കണതൊന്നും നിർത്തിയാൽ കുറച്ച് സമാധാനമുണ്ട്. ജനുവലി കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർ മതിക്ക്. അല്ലാണ്ട് വലിയ കാശും ഇൻഫ്ലുവൻസും ഉള്ള ഇതൊന്നും വേണ്ട. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വക്കീലിനെ കാണാൻ പോകണോ, അവിടെ കാണാൻ പോകണോ, എത്ര സ്ഥലത്തു നിന്നാണ് നമ്മളതിനെ ചതിക്കണേന്നറിയോ? അത് ഓരോരുത്തരുടെ ആൾക്കാർ. നമുക്ക് ഒരു ജെനുവനായിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 4-5 ദിവസം കിടന്ന് കളിച്ചേർന്നത്. അപ്പോഴേക്കും തുടങ്ങി ജെന്യൂനിറ്റി ഉണ്ടോ, ക്രെഡിബിലിറ്റി ഉണ്ടോ, നമ്മളൊക്കെ ആരാ ഈ യൂട്യൂബ് ചാനലിൽ ഇത് റിയാക്ട് ചെയ്തിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടും വിഷമവും അതുപോലെ ഡൗട്ടുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യരുത്. എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും ഇങ്ങനത്തെ ഒരു വിക്ടിം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഇങ്ങനെ നീതി കിട്ടുകയാണെങ്കിൽ അത് എനിക്കതിൽ ചാവണയിലേക്ക് ബുദ്ധിമുട്ട് ഇല്ല. അതായത് ഇനി ഈ ഒരു ഫൈറ്റ് കണ്ടിട്ട് ഒരു വ്യക്തിമനെയും കൂടി പറയണമെന്ന്, അതായത് ഞാനിങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഡിപ്രഷന്ന് കടന്നു വന്ന് ഇതൊക്കെ പറയണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അനുഭവിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എൻ്റെ വിജയക്ക് അത്ര മതി. ഓക്കെ, എനിക്കല്ലാണ്ട് വലിയ ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ട. ജനുവൻലി കൺസേൺ ചെയ്ത ആൾക്കാരും അന്വേഷിച്ച ആൾക്കാർക്കും താങ്ക് യു. എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ, ത്രെട്ടാണോ, അല്ലെങ്കിൽ ബോധമില്ലാണ്ട് വണ്ടിയിലൊക്കെ വന്നിട്ട് ഇരിക്കുന്നതാണോ, അതൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഇടയിൽ കയറിയിട്ട് കളിക്കണ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യണത്. ഓക്കെ, എനിക്ക് ആരുടെയും ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് നമ്മൾ, അതായത് പല വിഷയത്തിനെയും പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനത്തെ വിശ്വാസവും ഇല്ല. ഓക്കെ, അപ്പോൾ ബൈ. ഞാൻ സേഫാണ്.